നമസ്കാരം. രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണ പരിപാടികൾ നാളെ അവസാനിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ കലാശക്കൊട്ടിലേക്ക് കടക്കുകയാണ്. ഇനി വരാൻ പോകുന്നത് രഹസ്യമായിട്ടുള്ള ചില കരുനീക്കങ്ങളാണ്. എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ പരസ്യമായിട്ടുള്ള പരിപാടികൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ച സമയത്ത് ചില മതസംഘടനാ നേതാക്കന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയുകയാണ്. അതായത് അവർക്ക് താല്പര്യമുള്ള, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിഗണനകൾ കിട്ടിയിട്ടുള്ള, സഹായങ്ങൾ കിട്ടിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ തിരക്കിലാണ്. ഈ കഴിഞ്ഞ ദിവസം സമസ്തയുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ ചില നേതാക്കന്മാർ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള ചില പരാമർശങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അവരത്തരത്തിൽ പ്രതികരിച്ചപ്പോൾ ഇവിടെ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ചില ആളുകൾ അത് പറയാൻ ഇവരാരുമല്ല, ഈ പറഞ്ഞ വ്യക്തികൾക്ക് അത് പറയാനുള്ള അധികാരമില്ല എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തി. രാഷ്ട്രീയം പറയുന്നതിൽ തെറ്റില്ല, അത് വ്യക്തിപരമായി പറഞ്ഞാൽ മതി. ഇത്തരത്തിലുള്ള സംഘടനകൾ രൂപീകരിക്കുന്ന സമയത്ത് ആ സംഘടനകൾക്ക് ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മറന്ന് ഇവിടെ അവർക്ക് അല്ലെങ്കിൽ അവരവർക്ക് താല്പര്യമുള്ള ചില രാഷ്ട്രീയ പാർട്ടികളെയും നേതാക്കന്മാരെയും പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി മത്സരിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സമസ്തയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതം കത്തിക്കുന്ന ഒരു ദൃശ്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. വിവരക്കേട് എന്നല്ലാതെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്കൊന്നും പറയാനില്ല. നമ്മുടെ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങളൊക്കെ നിലനിൽക്കുന്നത് പരസ്യങ്ങൾ കൊണ്ട് തന്നെയാണ്. ഒരു പത്രം വിറ്റുകിട്ടുന്ന കാശുകൊണ്ട് ആ സ്ഥാപനം നിലനിർത്താൻ കഴിയും എന്നൊക്കെ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ വിഡ്ഢികളുടെ ലോകത്താണ്. പരസ്യമില്ലാതെ ഒരു പത്രസ്ഥാപനത്തിനും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എന്തിന്റെ പേരിലാണ് ആ പത്രം കത്തിച്ചത്? അതായത് LDF-ന് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു പരസ്യമാണ്. യഥാർത്ഥത്തിൽ ഇതിനു മുമ്പ് നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പരസ്യം ഈ പത്രം കത്തിച്ച ആളുകളുടെ പത്രം എന്ത് ചെയ്തിട്ടുണ്ട്? പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ മറന്ന് ഇവിടെ ഈ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില വിഷയങ്ങൾ പൊക്കിക്കൊണ്ടുവന്ന് പരസ്പരം ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമാവുകയാണ് ചില മത നേതാക്കന്മാർ. അതുപോലെ തന്നെ ഇവിടെ മറ്റു ചില മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, അവരും അവരുടേതായിട്ടുള്ള ചില നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ നേതാക്കന്മാർക്ക് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പരിഗണനകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടാകും. അതിലപ്പുറം എന്താണ് പൊതുജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള രീതിയിൽ ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നത് എന്ന് ഇത്തരത്തിൽ പറയുന്ന ആളുകൾ വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം ഒന്നുമല്ലെങ്കിൽ സ്വന്തം സമുദായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. സ്വന്തം സമുദായത്തിന് എന്താണ് ഗുണമുണ്ടായിരിക്കുന്നത് അതൊക്കെ പറയേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പലപ്പോഴും ഞാൻ പറഞ്ഞാൽ ഇവിടെ ഈ മത നേതാക്കന്മാർ രാഷ്ട്രീയം പറയുമ്പോൾ, ചില രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ പ്രതികരിക്കേണ്ട സമയങ്ങളിൽ ഇവർ മൗനം പാലിക്കുന്നു. ഇവർക്ക് ധൈര്യമില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി ഒരു തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ വാക്കുകൾ എന്താണ്? രാജ്യം മുഴുവൻ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. CPM-ഉം കോൺഗ്രസും ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്, ആ വീഡിയോ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴും ഉത്തരവാദിത്വപ്പെട്ട മത നേതാക്കന്മാർ, സംഘടനാ നേതാക്കന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളോ പ്രതികരണങ്ങളോ രേഖപ്പെടുത്താൻ തയ്യാറായില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരു മതസംഘടന എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ സമുദായത്തിന് കൂട്ടായി നിൽക്കണം, അല്ലെങ്കിൽ നേതാക്കന്മാർ സമുദായത്തിലെ ബാക്കിയുള്ള ആളുകൾക്ക് ധൈര്യം പകരാൻ തയ്യാറാകണം. എന്നാൽ ഇവർക്ക് ധൈര്യമില്ല. ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ഇവർക്ക് ധൈര്യമില്ല. മറ്റുള്ള ആളുകൾ വേണമെങ്കിൽ പറഞ്ഞോട്ടെ, അതിനൊന്നും ഞങ്ങൾക്ക് നേരമില്ല എന്നുള്ള നിലപാടാണ്. ഈരാറ്റുപേട്ടയിൽ പിണറായി വിജയൻ ഒരു സമുദായവുമായി ബന്ധപ്പെട്ട് ആ സമുദായത്തിൽ ഉൾപ്പെട്ട ചെറിയ കുട്ടികളെ, വിദ്യാർത്ഥികളെ കുറിച്ച് പറഞ്ഞത് എന്താണ്? എല്ലാവർക്കും അറിയാം. പോലീസ് അവിടെ എടുത്ത നിലപാട് എന്താണ്? വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു. ഇപ്പോൾ ഇവിടെ പിണറായി വിജയനെ പുകഴ്ത്താൻ വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അന്ന് അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് പോലും പറയാൻ തയ്യാറായില്ല. എന്നാലും ഞാൻ കൂടുതൽ അത്തരം വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. എനിക്ക് പറയാനുള്ളത്, പൊതുജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ട്, അവർക്ക് ബോധ്യമുണ്ട് ആരാണ് ഇവിടെ സമുദായത്തെ സഹായിച്ചത്, ആരാണ് ഇവിടെ സമുദായത്തെ ദ്രോഹിച്ചത്. തീർച്ചയായും അതൊക്കെ മനസ്സിലാക്കി വോട്ട് ചെയ്യാനുള്ള അത്യാവശ്യം ബോധം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കുണ്ട്. സമുദായ സംഘടനകളിൽ ഉൾപ്പെട്ട ആളുകൾക്കുമുണ്ട്.
നേതാക്കന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വെറുതെ സമയം പാഴാക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഇവിടെ ചില ആളുകളെ പുകഴ്ത്തുന്നത് കാണുമ്പോൾ സത്യത്തിൽ വല്ലാതെ വിഷമം തോന്നുകയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് സംസാരിക്കാൻ, പ്രതികരിക്കാൻ. സമുദായം നേരിട്ടിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെയാണ് ഇവിടെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. ആരും മോശക്കാരല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ മതസംഘടനകൾ രാഷ്ട്രീയക്കാരുടെ പ്രൊമോഷൻ ഏറ്റെടുക്കരുത്. മതസംഘടനാ നേതാക്കന്മാർ ആ സംഘടന എന്തിനു വേണ്ടി രൂപീകരിച്ചു, തീർച്ചയായും അതിനൊരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. അതിനനുസരിച്ച് പ്രവർത്തിക്കണം. വെറുതെ രാഷ്ട്രീയക്കാരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് പൊതുജനങ്ങളിൽ നിന്നും അകലാൻ ശ്രമിക്കരുത്. സമുദായ അംഗങ്ങളിൽ നിന്നും, സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളിൽ നിന്നും നിങ്ങൾ അകലാൻ ശ്രമിക്കരുത്. നിങ്ങളോട് വെറുപ്പ് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലത് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.